ഹലോ ഹായ് എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ന്യൂട്രിഷെഫിൻ്റെ മിനി ചോപ്പറിനെ പരിചയപ്പെടാം. ഇപ്പം നമുക്ക് കിച്ചണിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ എല്ലാം അരിഞ്ഞെടുക്കാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഭയങ്കര താമസമായിരിക്കും ഇല്ലേ? ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, ജസ്റ്റ് കടു വറുത്ത് വെക്കുക എന്നുള്ളത്. പക്ഷെ അതിന് മുന്നേ ഉള്ള ആ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും എപ്പോഴും പാട്. അപ്പം നമുക്ക് അത് അരിഞ്ഞ് എത്രയും പെട്ടെന്ന്, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് അരിഞ്ഞെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല. അപ്പം അതിനുപയോഗിക്കുന്നൊരു സാധനമാണ് ഞാൻ പറഞ്ഞ ഉഷയുടെ ന്യൂട്രിഷെഫ് മിനി ചോപ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ എല്ലാം അത്യാവശ്യം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം എന്ന് പറയുമ്പം നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാം, പപ്പായ തോരൻ വെക്കാനാണെങ്കിൽ പപ്പായ അരിഞ്ഞെടുക്കാം, ക്യാബേജ്, ക്യാരറ്റ്, ടൊമാറ്റോ, ഈവൻ വെളുത്തുള്ളി ഇഞ്ചിയും പോലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പം നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലേഡ് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വളഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പ് അല്ല. അതുപോലെ തന്നെ നല്ല മൂർച്ചയുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പിടിച്ചാൽ തന്നെ അറിയാം, നല്ല മൂർച്ച നമുക്കുണ്ട്. കൈ പോലും ചിലപ്പം മുറിഞ്ഞു പോകും, അത്ര നല്ല മൂർച്ചയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് പോലെ ഒരു സാധനം ഉണ്ട്, അതിനകത്തോട്ട് ഇതിങ്ങനെ കയറ്റി ഇറക്കി വെക്കുക ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ലിഡ് വെച്ച് അടച്ചാലും അതിനൊരു ലിഡ് ലോക്കിംഗ് ഉണ്ട്. അത് അതിനകത്ത് കയറിയെങ്കിൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. അപ്പം നമ്മുടെ കൈ അങ്ങനെ അറിയാണ്ട് പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ലിഡ് ലോക്കാണെങ്കിൽ മാത്രമേ നമുക്ക് അത് മെഷീൻ വർക്കാവും. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്കാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആ ബൗൾ എടുത്തിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് ഈ ബൗളിലാണ് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മളത് ലോക്കാക്കണം. ലോക്കാക്കിയിട്ട് നമ്മൾ ആ ബ്ലേഡ് ഇറക്കി കറക്റ്റായിട്ട് അത് ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്തൊരു ലോക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ ലിഡ് ലോക്കിംഗ് ടാബ് പോലൊരു സാധനമുണ്ട്. അത് രണ്ട് സൈഡിലില്ല, ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതെടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് പ്രസ് ചെയ്യുക. അത് കറക്റ്റായിട്ട് ലോക്ക് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസ് ചെയ്യുന്നത് അത് പ്രസ് ആവില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് നടുക്ക് കൂടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിനാക്കി ഇടുവാണ്. ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് അത് എത്രത്തോളം ചെറുതായിട്ട് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് ചെറുതായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കട്ട് ചെയ്തത്. കുറച്ചുകൂടെ വലുതായിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി. അവിടെയാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പം കറക്റ്റായിട്ട് ലോക്ക് വീണിട്ടില്ല, അതുകൊണ്ടാണ് അത് പ്രസ് ആവാത്തത്. ഇപ്പം ലോക്ക് വീണ് ഇപ്പം ഞെക്കുമ്പോൾ പ്രസ് ആയിട്ട് നിമിഷ നേരം കൊണ്ട് അതായി കിട്ടി. നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത്രയും ചെറുതായിട്ട് വേണം നമുക്ക്. ഇത്രയും ചെറുതായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഉള്ളിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അത്രയും കട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി ചെറുതാക്കുന്നില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. ഞാനത് കട്ട് ചെയ്തിട്ട് നോക്കാം. ആ ലോക്കാവുന്ന ഭാഗത്ത് ലോക്കിൻ്റെ അങ്ങോട്ടാക്കിയിട്ട് കറക്റ്റായിട്ട് ലോക്കാക്കുക. ലോക്ക് വീണു, പ്രസ് ചെയ്യുക. നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാനും നല്ല സിമ്പിളായിട്ട് കാര്യം വരും. നമ്മളത് കുത്തി അരിയുവാണെങ്കിൽ എത്ര സമയം എടുക്കും? നിമിഷ നേരം കൊണ്ട് നമുക്ക് അത് അരിഞ്ഞ് വൃത്തിയായി കിട്ടി. ഇതിന് നമുക്ക് 2 ഇയർ വാറൻറ്റി അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേടിക്കാൻ കാര്യമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കറി വെക്കാനാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് 1200 ആയിരുന്നു. എന്തായാലും നമുക്ക് സാധാ ചോപ്പർ, അതായത് ഇലക്ട്രിക് അല്ലാത്ത നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ച് എടുക്കുന്ന ചോപ്പറിനെക്കാട്ടിലും ഈസി.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.